മക്കളെ, അങ്ങനെ നമ്മൾ 31ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. 31ാമത്തെ ചോദ്യം ഇങ്ങനെയാണ് പറയുന്നത്: ഒരു മിശ്രിതത്തിൽ 4 ഭാഗം വെള്ളവും 5 ഭാഗം പാലുമാണ്. വെള്ളത്തിന്റെ അളവ് തന്നിരിക്കുന്നു, അത് 80 മില്ലി ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ പാലിന്റെ അളവ് കണ്ടുപിടിക്കണം. നമുക്ക് ചെയ്യല്ലേ? പറഞ്ഞിരിക്കുന്നത് 4 ഭാഗങ്ങൾ എന്ന് പറയുന്നത് വെള്ളമാണ്, 5 ഭാഗങ്ങൾ പാലാണ്. വെള്ളത്തിൻ്റെ അളവ് ഇവിടെ തന്നിട്ടുണ്ട്, അത് 80 മില്ലി ലിറ്റർ ആണ്. എന്ന് വെച്ചാൽ എന്താ, 4 ഭാഗങ്ങൾ 80 മില്ലി ലിറ്റർ ആണ് അല്ലേ? അപ്പൊ ഒരു ഭാഗം എത്ര? ഒരു ഭാഗം എങ്ങനെ കണ്ടുപിടിക്കും? ആകെയുള്ള ഈ 80 മില്ലി ലിറ്ററിനെ 4 കൊണ്ട് ഹരിച്ചാൽ ഒരു ഭാഗം എത്രയാണെന്ന് കിട്ടും. എത്രയാ? 80നെ 4 കൊണ്ട് ഹരിച്ചാൽ 80നെ എന്നല്ല, ലോകത്തുള്ള എല്ലാ സംഖ്യേനെയും 4 കൊണ്ട് ഹരിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ സംഖ്യയുടെ പകുതി എടുക്കുക, വീണ്ടും പകുതി എടുക്കുക. 80ന്റെ പകുതി 40, 40ന്റെ പകുതി 20. അപ്പൊ ഒരു ഭാഗം എന്ന് പറയുന്നത് 20 മില്ലി ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? പാലിന്റെ അളവാണ്. പാലെന്ന് പറയുന്നത് 5 ഭാഗങ്ങളാണ്. ഒരു ഭാഗം 20 മില്ലി ലിറ്റർ ആണെങ്കിൽ 5 ഭാഗങ്ങൾ എന്ന് പറയുന്നത് 5 ഗുണം 20 അല്ലേ? 5 ഗുണം 20, 5 ഗുണം 2 10, ഈ ഒരു 0 കൂടി ഇട്ടാൽ 100. എത്രയാണ് അളവ്? 100 മില്ലി ലിറ്റർ ആണ് എന്ത്? പാലിന്റെ അളവ്. ക്ലിയർ അല്ലേ മക്കളെ? അങ്ങനെ 32ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: സീത എന്ന് പറയുന്ന ഒരു കുട്ടി 1 മണിക്കൂർ കൊണ്ട് ഒരു പുസ്തകത്തിന്റെ 4ൽ 1 ഭാഗം വായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 1/5 മണിക്കൂർ കൊണ്ട് ആ പുസ്തകത്തിന്റെ എത്ര ഭാഗങ്ങൾ വായിച്ചു തീർക്കും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിത് കണ്ടുപിടിക്കാം. ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഒരു മണിക്കൂറിൽ സീത വായിക്കുന്നത് പുസ്തകത്തിന്റെ 1/4 ഭാഗം. അങ്ങനെയാണെങ്കിൽ 2 മണിക്കൂറും 1/5 മിനിറ്റും. ഓക്കെ, 1/5 മണിക്കൂർ കൊണ്ട് എത്ര ഭാഗങ്ങൾ വായിക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഇത് ക്രോസ് ചെയ്താൽ മതി. ഓക്കെ, നോക്കിക്കേ, ഇവിടെ ക്രോസ് ചെയ്താൽ ഒന്നും ഇവിടെ ആരുമില്ല, ബ്ലാങ്ക് ആണ്. അപ്പൊ ഇയാൾ ഒറ്റയ്ക്കാണ്. 1 എന്ന് പറയുന്ന സംഖ്യ ഒറ്റയ്ക്കാണ്, സിംഗിൾ ആണ്. ഓക്കെ, ഇപ്പുറത്തോ 1/4ഉം 2 1/5. ഇവരെ തമ്മിൽ ഗുണിക്കാൻ ജോഡിയുണ്ട് അല്ലെ? ഇവര് തമ്മിൽ ജോഡിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവരെ നമുക്ക് മുകളിൽ എഴുതണം. ജോഡിയായിട്ടിരിക്കുന്ന ആളുകളെ നമ്മൾ മുകളിൽ എഴുതും. 2 1/5 ഗുണിക്കണം ആരെ കൊണ്ട്? 1/4 കൊണ്ട്. 1/4 കൊണ്ട് ബൈ ഇവിടെ സിംഗിൾ ആയിട്ടിരിക്കുന്ന ഒരാളുണ്ട് അല്ലെ? സിംഗിൾ ആയിട്ടിരിക്കുന്ന ഒരു 1 ഉണ്ട്, അയാൾ താഴെ. അപ്പൊ 1 താഴെ എഴുതിയാലും എഴുതിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, പ്രത്യേകിച്ച് വിലയൊന്നുമില്ല എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പഠിച്ചു. ഓക്കെ, അപ്പൊ ഇനി 2 1/5 എന്ന് പറയുന്ന മിശ്ര ഭിന്നത്തിനെ നമുക്കൊരു സാധാരണ ഭിന്ന രൂപത്തിലേക്ക് മാറ്റണം. എങ്ങനെ മാറ്റും? 2 ഗുണിക്കണം 5 ചെയ്യും, എന്നിട്ട് മുകളിൽ കിടക്കുന്ന 1 കൂട്ടും. 2 ഗുണം 5 10, മുകളിലിരിക്കുന്ന 1 കൂട്ടിയാൽ കിട്ടുന്നത് 11. അപ്പൊ 11/5 എന്ന് കിട്ടും, ഇൻറ്റു 1/4. ഓക്കെ, അപ്പൊ താഴെ ഇരിക്കുന്ന 1നെ ഇനി എഴുതണോ? വേണ്ടല്ലോ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? താഴെ 1 എഴുതിയാലും ഇല്ലെങ്കിലും അതിന് പ്രത്യേകിച്ച് വിലയൊന്നുമില്ല. അപ്പൊ 2 ഭിന്നസംഖ്യകളെ നമ്മൾ ഇവിടെ ഗുണിക്കാൻ പോകുന്നു. എന്ത് ചെയ്താൽ മതി? അംശവും അംശവും തമ്മിൽ ഗുണിക്കുക, ഉത്തരത്തിന്റെ മുകളിൽ എഴുതുക. 11 ഗുണം 1 അത് 11 ബൈ താഴെ ഇരിക്കുന്ന ഛേദങ്ങളെ തമ്മിൽ ഗുണിക്കുന്നു, ഉത്തരത്തിന്റെ താഴെ എഴുതുന്നു. 5 ഗുണം 4 എന്ന് പറയുന്നത് 20. നമ്മുടെ ഉത്തരം 11/20 ആണ്. 11/20 ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ അല്ലേ മക്കളെ? അങ്ങനെ നമ്മൾ 33ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്താ 33ാമത്തെ ചോദ്യം പറയുന്നത്? ഒരു സംഖ്യ, ആ സംഖ്യയുടെ ഇരട്ടി, ആ സംഖ്യയുടെ പകുതി, ആ സംഖ്യയുടെ കാൽഭാഗം, പിന്നെ ഒരു 1. ഓക്കെ, സംഖ്യയുടെ ഇരട്ടി, ആ സംഖ്യയുടെ പകുതി, ആ സംഖ്യയുടെ കാൽഭാഗം, പിന്നെ ഒരു 1 കൂടി കൂട്ടിയാൽ 100 കിട്ടും എങ്കിൽ ഏതാണ് സംഖ്യ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ രീതിയിൽ ചെയ്യാം. ഓപ്ഷൻസ് വെച്ച് ചെയ്യുന്നതാണ് കുറച്ചുകൂടി എളുപ്പം. നമുക്ക് ഓരോ ഓപ്ഷനായിട്ട് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ എ 40 ആണ്. നമ്മൾ ആ സംഖ്യ 40 ആയിട്ട് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താ? ആ സംഖ്യയുടെ ഇരട്ടി, 40ന്റെ ഇരട്ടി, ഓപ്ഷൻ എ നമുക്ക് ചെയ്യാം. 40ന്റെ ഇരട്ടി അത് 80 ആണ്.
അതിൻ്റെ കൂടെ എന്ത് കൂട്ടണം? 40ന്റെ പകുതി 20 പ്ലസ് 40ന്റെ കാൽ ഭാഗം 40/4 എന്ന് പറയുന്നത് 10 പ്ലസ് 1. ഇത് കൂട്ടിയാൽ 80ഉം 20ഉം കൂട്ടിയപ്പോൾ തന്നെ 100 അപ്പൊ ഇത് മൊത്തത്തിൽ കൂട്ടിയാൽ നമുക്കറിയാം 111 കിട്ടിയത്. 100-നേക്കാൾ വലുതായി. അതൊരിക്കലും 100ന് ഈക്വൽ അല്ല. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ അല്ല. ഇനി ഓപ്ഷൻ ബി നോക്കാം. ഓപ്ഷൻ ബി എന്താ പറഞ്ഞേ? 34 സംഖ്യ എന്ന് നമ്മൾ വിചാരിക്കുന്നു. 34ന്റെ ഇരട്ടി എന്ന് പറയുന്നത് 68 പ്ലസ് 34ന്റെ പകുതി എന്ന് പറയുന്നത് 17 പ്ലസ് 34ന്റെ കാൽ ഭാഗം എന്ന് പറയുന്നത് 17ന്റെയും പകുതി ആയിരിക്കും. 17ന്റെ പകുതി എത്രയാ? 5ഉം 3ഉം 8.5 ആയിരിക്കും. 8.5 പ്ലസ് 1. ഇത് കൂട്ടിയാൽ 100 കിട്ടുമോ? ഈ 0.5 വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഉത്തരത്തിൽ ഒരു 0.5 ഉണ്ടാവും. ഒരിക്കലും അതൊരു പൂർണ്ണസംഖ്യ ആയിരിക്കില്ല, ഡെസിമൽ നമ്പർ ആയിരിക്കും കൂട്ടിയ കിട്ടുക. നമുക്ക് വേണമെങ്കിൽ കൂട്ടി നോക്കാം. 68ഉം 10ഉം 78, 78ഉം 7ഉം 85, 85ഉം 8ഉം 85ഉം 8ഉം 93, 1ഉം 94, 94.5 കിട്ടുക. അത് 100ന് ഈക്വൽ അല്ല. ഇനി ഓപ്ഷൻ സി വെച്ച് ചെക്ക് ചെയ്യാം. എന്താണ് ഓപ്ഷൻ സി? 36 സംഖ്യ. 36ന്റെ ഇരട്ടി അത് 72 പ്ലസ് 36ന്റെ പകുതി അത് 18 പ്ലസ് 36ന്റെ 4 ഭാഗം എന്ന് വെച്ചാൽ 36/4. 36/4 കൂട്ടിയാൽ 9. പിന്നെ എന്ത് ചെയ്യണം? ഒന്നും കൂടി കൂട്ടണം. പ്ലസ് 1 ചെയ്താൽ 100 കിട്ടണമെന്ന് നോക്കാം. 9ഉം 1ഉം കൂടി കൂട്ടിയാൽ 10. 10ഉം 8ഉം 18. 18ഉം 2ഉം 20 ഓക്കെ. 70ഉം 10ഉം കൂട്ടിയപ്പോൾ 80. 80ഉം 20ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 100 കിട്ടി. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഇനി ഓപ്ഷൻ ഡിന് ചെക്ക് ചെയ്യണോ? ചെക്ക് ചെയ്ത് കാണിച്ചു തരാൻ വേണമെങ്കിൽ. 24ന്റെ ഇരട്ടി എന്ന് പറയുന്നത് 48 പ്ലസ് 24ന്റെ പകുതി 12 പ്ലസ് 24ന്റെ 4 ഭാഗം എന്ന് പറഞ്ഞാൽ 24 ഹരിക്കണം 4 അത് 6 പ്ലസ് 1 ചെയ്താൽ 48ഉം 2ഉം 50, 50ഉം 10ഉം 60, 60ഉം 6ഉം 66, 1ഉം 67 കിട്ടുക. അത് 100ന് ഈക്വൽ അല്ല. ഇങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് എളുപ്പം, ഓപ്ഷൻ വെച്ച് ചെക്ക് ചെയ്യുന്നത്. ഇനി ഇക്വേഷനൊക്കെ വെച്ച് ചെയ്യണം എന്ന് നിർബന്ധമുള്ളവർക്ക് വേണ്ടിയിട്ട് അതെങ്ങനെയാ ചെയ്യുക എന്നും കൂടി ഞാനൊന്ന് പറഞ്ഞു തരാം. ശ്രദ്ധിക്കണേ. സംഖ്യ നമുക്കറിയില്ല. സംഖ്യ ഞാൻ എക്സ് ആയിട്ട് കരുതുന്നു എങ്കിൽ സംഖ്യയുടെ ഇരട്ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? 2x അല്ലേ? 2x. സംഖ്യയുടെ പകുതി എന്ന് പറയുന്നതോ x/2. ഇനി കാൽ ഭാഗം എന്ന് പറയുന്നതോ അത് x/4. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കിട്ടിയെങ്കിൽ ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? സംഖ്യയുടെ ഇരട്ടി, അതിൻ്റെ കൂടെ സംഖ്യയുടെ പകുതി, അതിൻ്റെ കൂടെ സംഖ്യയുടെ കാൽ ഭാഗം പ്ലസ് 1 കൂട്ടിയാൽ 100 കിട്ടും എന്ന് പറഞ്ഞിരിക്കണം. അപ്പൊ ഇതിന്ന് നമ്മൾ എക്സിന്റെ വില കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എക്സിന്റെ ടേമുകളൊക്കെ ഇവിടെയുണ്ട്. ഈ പ്ലസ് 1നെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ അതെന്താകും? ബാക്കി ഇവിടെ 2x പ്ലസ് x/2 പ്ലസ് x/4 സമം അവിടെ ഒരു 100 ഉണ്ട്. ഈ പ്ലസ് 1 അപ്പുറത്തേക്ക് പോകുന്നു. അപ്പൊ 100ൽ നിന്ന് -1 ആകും അല്ലെ? പ്ലസ് 1 അപ്പുറത്തേക്ക് പോകുമ്പോൾ -1 ആകും. 100 - 1 എന്നാകും. 100ൽ നിന്ന് 1 പോയാൽ എത്രയാണ് ബാക്കി? 99. ഇത്രയും കിട്ടിയല്ലോ. ഇനി നമുക്ക് ബാക്കി ചെയ്യാം. അപ്പൊ 3 ഭിന്നസംഖ്യകൾ, ഇതിന് ബൈ 1 ഇട്ട് കഴിഞ്ഞാൽ അത് ഭിന്നസംഖ്യയായി. ഓക്കെ, അപ്പൊ 3 ഭിന്നസംഖ്യകൾ അവരെ തമ്മിൽ കൂട്ടണം. 2-ലധികം ഭിന്നസംഖ്യകൾ ഉണ്ടെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷനേക്കാൾ എളുപ്പം അതിന്റെ LCM എടുത്ത് ചെയ്യലാണ്. അപ്പോൾ 4ന്റെയും 2ന്റെയും 1ന്റെയും LCM എന്ന് പറയുന്നത് 4. അതെങ്ങനെ കിട്ടിയത്? 1, 2, 4, 1, 2, 4 ഈ 3 സംഖ്യകളുടെ LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. കൂട്ടത്തിൽ ഏറ്റവും വലുതിനെ നമ്മൾ എടുക്കും. കൂട്ടത്തിൽ ഏറ്റവും വലുതാരാ? അത് 4.
ആ 4 നമ്മൾ ഇങ്ങോട്ട് എടുത്തു. ആ 4 2ന്റെ ഗുണിതമാണോ? 2ന്റെ ഗുണന പട്ടികയിലുണ്ടോ? ഉണ്ട്. അപ്പോൾ 2ന്റെ കാര്യത്തിൽ ഓക്കെ ആയി. തൊട്ടടുത്ത് കിടക്കുന്ന 1ന്റെ കേസിൽ നമ്മൾ നോക്കുന്നു, 1ന്റെ ഗുണന പട്ടികയിലുണ്ടോ? ഉണ്ട്. അപ്പോൾ 4 ബാക്കി എല്ലാവരുടെയും ഗുണിതമായിട്ട് വരുന്നത്. അപ്പൊ 4 ഇവരുടെ LCM. നമ്മൾ 4നെ താഴേക്ക് എഴുതി. ഇനി എന്ത് ചെയ്യുന്നു? ഇനി ചെയ്യുന്നത് ശ്രദ്ധിച്ച് നോക്കണം. ഒന്നാമത്തെ ഭിന്നസംഖ്യയുടെ മുകളിൽ കിടക്കുന്ന ആള് ഇവിടെ 2x ആണ്. അപ്പൊ ആ 2x എഴുതി. ആ 2xനെ ഗുണിക്കണം. എന്തുകൊണ്ട്? താഴെ കിടക്കുന്ന 1 4 ആകാൻ 1നെ എത്ര കൊണ്ടാണോ ഗുണിച്ചത് അതുകൊണ്ട് തന്നെ മുകളിലും ഗുണിക്കണം. 1 4 ആകാൻ 1നെ 4 കൊണ്ടാണ് ഗുണിച്ചത്. അപ്പൊ മുകളിലും നമ്മൾ 4 കൊണ്ട് ഗുണിച്ചു. നടുവിലെ ചിഹ്നം പ്ലസ് ഇട്ടു. അടുത്ത ആളാരാ? അടുത്ത ആൾ x. ആ xനെ ഗുണിക്കണം. എന്തുകൊണ്ട്? താഴെ കിടക്കുന്ന 2 4 ആകാൻ 2നെ നമ്മൾ എന്തുകൊണ്ട് ഗുണിച്ചു? 2 കൊണ്ടാണ് ഗുണിച്ചത്. അപ്പൊ മുകളിൽ ഇരിക്കുന്ന xനെയും നമ്മൾ 2 കൊണ്ട് ഗുണിക്കുന്നു. അടുത്ത ചിഹ്നവും പ്ലസ് ആണ്. പ്ലസ്. അടുത്ത ആള് മൂന്നാമത്തെ ഭിന്നസംഖ്യയുടെ മുകളിൽ കിടക്കുന്ന ആള്, അയാളും x തന്നെ. ആ xനെ ഗുണിക്കണം. എന്തുകൊണ്ട്? താഴെ കിടക്കുന്ന 4 ആകാൻ 4നെ എന്തുകൊണ്ടാണ് ഗുണിച്ചത്? 1 കൊണ്ട് അല്ലെ? അപ്പൊ മുകളിൽ നമ്മൾ 1 കൊണ്ട് ഗുണിക്കും. ഇത്രയുള്ള പരിപാടി. അപ്പൊ നമ്മൾ ചെയ്യുന്നു 2x 4 ഗുണിച്ചാൽ 2 4 ഗുണിച്ചാൽ 8 x അതുപോലെ എഴുതുന്നു. പ്ലസ് x ഗുണിക്കണം 2 2x പ്ലസ് x ഗുണിക്കണം 1 x ബൈ 4 സമം 99 എന്ന് കിട്ടും. 99 എന്ന് കിട്ടും. ഇനി എക്സുകളെല്ലാം കൂടി കൂട്ടാലോ. 8xകളുടെ കൂടെ 2x ചേർന്നു. അപ്പൊ 10x ആയി. 10xന്റെ കൂടെ 1x കൂടി ചേർന്നു. അപ്പൊ മുകളിൽ ആകെ 11x ബൈ 4 എന്നത് 99 തുല്യമാണെന്ന് കണ്ടുപിടിച്ചു. എങ്കിൽ 11xകൾ എത്രയാ? നമ്മൾ xന് മാത്രം നിർത്തുന്നു, ബാക്കി എല്ലാവരെയും നമ്മൾ അപ്പുറത്തേക്ക് തട്ടുകയാണ്. ഓക്കെ, ആദ്യം നമ്മൾ ഈ ഹരണം 4നെ അപ്പുറത്തേക്ക് തട്ടുന്നു. അപ്പുറത്ത് ഓൾറെഡി 99 ഉണ്ട്. ഹരണം 4 അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് ഗുണനം 4 ആകുന്നു. അങ്ങനെ 11xകൾ എന്ന് പറയുന്നത് 99നെ 4 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് 396 ആണ്. 396 ആണ്. അപ്പൊ ഇതിൽ നിന്ന് xന്റെ വില കണ്ടുപിടിക്കാലോ. ഇനി xന്റെ കൂടെ ആരാ ഉള്ളത്? ഗുണനം 11 ആണ്. ഗുണനം 11 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി മാറുന്നു? അത് ഹരണം 11 ആകുന്നു. 396 ഹരിക്കണം 11 എന്നായി മാറും. 396 ഹരിക്കണം 11 ചെയ്താൽ കിട്ടുന്ന ഉത്തരം എത്രയാ? 396നെ 11 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരം അത് 36 ആണ്. 36 ആണ്. ഇങ്ങനെയും സംഖ്യ കണ്ടുപിടിക്കാം. നോക്കൂ, ഇത് അത്രയും ലോങ് പ്രോസസ്സാ അല്ലേ? ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാണ്. ഓപ്ഷൻ വെച്ച് ചെയ്യുന്നതാണ് ഈ ചോദ്യത്തിൽ കുറച്ചും കൂടി എളുപ്പം. എന്ന് വെച്ച് ഈ വഴി അറിയാതിരിക്കരുത്, ഇതും കൂടി അറിയണം. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ മക്കളെ, നമുക്കപ്പോൾ 34ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 34ാമത്തെ ചോദ്യം. താഴെ കുറച്ച് ഭിന്നസംഖ്യാ ജോഡികൾ തന്നിരിക്കുന്നു. അവരുടെ തുക 1 വരാത്തത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ സെറ്റ് എടുക്കാം. അപ്പുറത്ത് എഴുതാം അല്ലേ? ഓക്കെ, ഒന്നാമത്തെ സെറ്റ് 1/2 1/2 1/2. ഓക്കെ, 1/2 എന്ന് പറഞ്ഞാൽ പകുതിയാണ് എന്ന കാര്യം നമ്മൾ നിരന്തരമായി പറയുന്ന ഒരു കാര്യമാണ്. പകുതിയും ചേർന്നാൽ അവരുടെ തുക എന്ന് പറയുന്നത് എത്രയാ? അത് 1 ആണ്. അപ്പോൾ ഓപ്ഷൻ എ അല്ല നമ്മുടെ ഉത്തരം. ഇനി ഓപ്ഷൻ ബി എന്താ? 2/3 1/3. 2/3 പ്ലസ് 1/3 എത്ര? ഓക്കെ എടാ, ഒരു സാധനം, ഒരു വസ്തു, അതിനെ 3 തുല്യഭാഗങ്ങളാക്കി അതിലെ 2 ഭാഗങ്ങൾ ഷെയ്ഡ് ചെയ്താൽ അതിനെങ്ങനെ എഴുതാം? 2/3 എന്ന് എഴുതാം. അതാണ് ഈ സാധനം. ഓക്കെ, ഇനി 1/3 എന്ന് പറഞ്ഞാലോ? ഒരു വസ്തുവിനെ 3 തുല്യഭാഗങ്ങളാക്കി അതിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തു. ഇത് രണ്ടും ചേർന്നാൽ എന്താ? ഈ ഷെയ്ഡ് ചെയ്തതിന് ഞാൻ ഇപ്പുറത്തേക്ക് ഇട്ടാൽ എന്തായി? അതൊരു കംപ്ലീറ്റ് 1 ആയില്ലേ? 1 മുഴുവനായില്ലേ? അങ്ങനെ ചിന്തിക്കാം. ഇവിടെ 3ൽ 2 ഭാഗങ്ങൾ, ഇവിടെ 3ൽ 1 ഭാഗം കൂട്ടിയാൽ 3ൽ 3 ഭാഗങ്ങൾ അതൊന്നാണ്. അല്ലെങ്കിൽ ഇവിടെ ഡിനോമിനേറ്റർ ഛേദം സെയിം ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മുകളിലുള്ളവരെ കൂട്ടിയാൽ മതി. 2 1 കൂട്ടിയാൽ 3
താഴെ കോമൺ ആയിട്ടുള്ള 3 എഴുതുന്നു. 3/3 എന്ന് പറഞ്ഞാൽ അതൊന്ന്. ഓക്കെ, എങ്കിൽ ഓപ്ഷൻ സി 5/11 4/11. 5/11 4/11 കൂട്ടണം. എടാ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ്, താഴെ കിടക്കുന്ന ഛേദം സെയിം ആണ്, എങ്കിൽ മുകളിലുള്ളവരെ കൂട്ടിയാൽ മതി അല്ലെ. 5ഉം 4ഉം കൂടി കൂട്ടിയാൽ 9/11 കിട്ടും. ഇതിന്റെ ഉത്തരം ഒന്നാണോ? മുകളിലും താഴെയും ഒരുപോലെ വന്നിരുന്നെങ്കിൽ അതിന്റെ ഉത്തരം ഒന്നാണെന്ന് പറയായിരുന്നു. പക്ഷെ ഇവിടെ ഒരുപോലെ അല്ല വന്നിരിക്കുന്നത്. സോ നമ്മുടെ ഉത്തരം 1 അല്ല. ക്ലിയർ അല്ലേ? നമുക്കെന്നാ അടുത്ത ഓപ്ഷൻ വേണോ? ചെയ്യണമെങ്കിൽ ചെയ്യാം. എന്താണ്? 7/15 8/15. നമ്മുടെ ഉത്തരം കിട്ടി. ഒന്നല്ലാത്തതാ ചോദിച്ചിരിക്കുന്നത്, അത് ഓപ്ഷൻ സി ആണ്. എങ്കിലും ഓപ്ഷൻ ഡിയും കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഇവരെ തമ്മിൽ കൂട്ടിയാൽ ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ്, മുകളിലുള്ളവരെ മാത്രം കൂട്ടിയാൽ മതി. 8ഉം 7ഉം കൂടി കൂട്ടിയാൽ 15, താഴെയും 15. ഉത്തരം 1. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. മക്കളെ, 35ാമത്തെ ചോദ്യം എങ്ങനെയാണ്? 2/7 എത്ര കൂട്ടിയാലാണ് 1 കിട്ടുക എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ചെയ്യാം. 2/7 എത്രയോ കൂട്ടിയപ്പോൾ, നമുക്കറിയില്ല, അറിയാത്തതിന് നമ്മൾ എക്സ് എന്ന് എഴുതി, എത്രയോ കൂട്ടിയപ്പോൾ 1 കിട്ടി എങ്കിൽ എക്സ്, ആ സംഖ്യ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഈ എക്സിന്റെ കൂടെ ഉള്ളവരൊക്കെ നമ്മൾ അപ്പുറത്തേക്ക് തട്ടും. ഇവിടെ കൂട്ടണം 2/7 നമ്മൾ അപ്പുറത്തേക്ക് തട്ടുമ്പോൾ അവിടെയുള്ള 1 മറക്കരുത്. നമ്മൾ അതിനപ്പുറത്തേക്ക് തട്ടുമ്പോൾ കൂട്ടണം 2/7 നേരെ വിപരീതമാകും, അത് കുറയ്ക്കണം 2/7 ആകും. ഇനി കുറച്ചാ പോരെ? 1 എന്ന് പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ 1/1 എഴുതുന്നു, കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി. 1ഉം 7ഉം തമ്മിൽ ക്രോസ് ചെയ്താൽ 7, നടുവിലുള്ള ചിഹ്നം മൈനസ്. 1ഉം 2ഉം തമ്മിൽ ക്രോസ് ചെയ്താൽ 2, 1 ഗുണം 2 2, ഡിവൈഡഡ് ബൈ താഴെ ഇരിക്കുന്നവരെ ഗുണിക്കണം. 1 ഗുണം 7 7 തന്നെ. 7ൽ നിന്ന് 2 പോയാൽ 5/7 എന്ന് കിട്ടും. നമ്മുടെ ഉത്തരം 5/7. 5/7. ഇനി നേരത്തെ ചെയ്ത മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ആലോചിക്കാം. എടാ 2/7 അതിൻ്റെ കൂടെ എന്തോ ഒന്ന് കൂട്ടി കിട്ടിയത് 1 അതിൻ്റെ അർത്ഥം 1 കിട്ടണമെങ്കിൽ അംശവും ഛേദവും സെയിം ആവണം, ഈക്വൽ ആവണം. ഓക്കെ, ഇവിടെ 7 താഴെ കിടക്കുന്നത്, ഇവിടെയും താഴെ 7 ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ താഴെ 7 ഉള്ളത് 2 ഓപ്ഷനാണ്, 5/7 മൈനസ് 5/7. ഇനി 2 പറയുന്നത് താഴെ 7 കിട്ടി, നമുക്ക് താഴത്തെ ആൾ 7 മനസ്സിലായി. അപ്പൊ മുകളിലത്തെ ആളും 7 ആകണം, എങ്കിലല്ല 1 വരുള്ളൂ. എടാ ഇവിടെ 2 ഉണ്ട്, 2 7 ആകണമെങ്കിൽ 2ന്റെ കൂടെ എത്ര കൂട്ടണം? 2ന്റെ കൂടെ ഈ -5 കൂട്ടിയാൽ അത് 2 - 5 ആകും. 2 - 5 എന്ന് പറഞ്ഞാൽ അത് -3 ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ഡി ആണ്. 2ന്റെ കൂടെ 5 കൂട്ടിയാലാണ് 7 കിട്ടുക. അങ്ങനെയും ചിന്തിക്കാം. ഓപ്ഷൻ വെച്ച് ഉത്തരത്തിലേക്ക് എത്താം. നമുക്ക് നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മക്കളങ്ങനെ 36ാമത്തെ ചോദ്യം ഡയറക്റ്റ് ചോദ്യമാണ്. 3 ഭിന്നസംഖ്യകൾ, അവരെ തമ്മിൽ കൂട്ടണം. ഓക്കെ, നമുക്ക് കൂട്ടാം. 5/8 3/4 1/2. ഈ 3 ഭിന്നസംഖ്യകളാണ് കൂട്ടേണ്ടത്. 2ലധികം ഭിന്നസംഖ്യകൾ കൂട്ടാനുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം താഴെ കിടക്കുന്ന ഛേദങ്ങളുടെ LCM എടുത്ത് ചെയ്യുന്നതാണ്. ഓക്കെ, 8 4 2 8 4 2 ഇവരുടെ LCM എളുപ്പത്തിൽ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? കൂട്ടത്തിൽ വലുതിനെ എടുക്കുന്നു. 2 4 8 ആരാടാ വലുത്? 8 വലുത്. ആ 8 തൊട്ടടുത്ത് കിടക്കുന്ന 4ന്റെ ഗുണിതമാണോ? 4ന്റെ ഗുണന പട്ടികയിൽ ഉണ്ടോ നോക്കുക. ഉണ്ടല്ലോ. 4 ഗുണം 2 8. അത് ഓക്കെ ആയി. ഇനി 2ന്റെ ഗുണന പട്ടികയിൽ ഉണ്ടോ നോക്കിക്കേ. 2ന്റെ ഗുണന പട്ടികയിലും 8 2 ഗുണം 4 8. അപ്പൊ 8 ബാക്കിയുള്ളവരുടെ ഒക്കെ ഗുണിതമായതുകൊണ്ട് ഈ ഭീമൻ തന്നെയാണ് ഇവരുടെ LCM. അപ്പോൾ ആ LCMനെ ഞാൻ കോമൺ ആക്കി എഴുതി. ഇനി ഓരോന്ന് ശ്രദ്ധിക്കണം. താഴെ 8 8 ആകാൻ 1 കൊണ്ടാണ് ഗുണിച്ചത്. അപ്പൊ മുകളിലുള്ള ആളെയും ഞാൻ 1 കൊണ്ട് ഗുണിക്കണം. 5 ഗുണം 1 എന്ന് പറഞ്ഞാൽ 5. ചിഹ്നം ഇവിടെ പ്ലസ്. ഓക്കെ, അടുത്തത് താഴെ കിടക്കുന്ന ആള് 4 8 ആകാൻ ഈ 4നെ
2 കൊണ്ടാണ് ഗുണിച്ചത്. അപ്പം മുകളിലുള്ള 3നെയും 2 കൊണ്ട് ഗുണിക്കണം. 3 ഗുണം 2 6 പ്ലസ് താഴെ കിടക്കുന്ന 2 8 ആകാൻ 2നെ 4 കൊണ്ടാണ് ഗുണിച്ചത്. അപ്പൊ മുകളിലുള്ള 1നെയും 4 കൊണ്ട് ഗുണിക്കണം. 1 ഗുണം 4 4 കൂട്ടിയാൽ 6ഉം 4ഉം 10, 10ഉം 5ഉം 15, 15/8 എന്ന് കിട്ടും. നമ്മുടെ ഉത്തരം 15/8 ഓപ്ഷൻ എ ആണ്. മക്കളങ്ങനെ 37ാമത്തെ ചോദ്യം വീണ്ടും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2.5-ൽ നിന്ന് കുറയ്ക്കണം 1/8 പിന്നെ ഒരു 1/16. കുറയ്ക്കാം. 2.5-ൽ നിന്ന് കുറയ്ക്കണം 1/8 പിന്നെ ഒരു 1/16. അപ്പൊ ഞാൻ ഈ 2.5 മാറ്റുന്നു. 2.5 ഒരു മിശ്ര ഭിന്നത്തിലേക്ക് കിടക്കുന്നത്, ബാക്കിയുള്ളവർക്ക് ഒരു സാധാരണ ഭിന്നത്തിലേക്ക് കിടക്കുന്നത്. അപ്പൊ 2.5 മാറ്റിയാൽ ഇനി അറിയാലോ എത്രയാണെന്നുള്ളത്. ഓരോ പ്രാവശ്യമാണ് ഞാൻ പറയാം, കുഴപ്പമില്ല. 2 ഗുണം 2 ചെയ്യുന്നു 4, മുകളിലുള്ള 1 കൂട്ടുന്നു അപ്പോൾ 5. ഇവിടെ ആരാണോ താഴെ അത് ഇവിടെയും എഴുതുന്നു. അപ്പൊ 5/2 മൈനസ് 1/8 മൈനസ് 1/16. ഇപ്പൊ എന്തായി? ഇപ്പൊ 3 ഭിന്നസംഖ്യകളെ നമുക്ക് കിട്ടി. 2-ലധികം ഭിന്നസംഖ്യകൾ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു LCM എടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് ചെയ്യാം. ഏറ്റവും വലിയ ആള് 16 ആണ്. 16 ഞാൻ ഇങ്ങോട്ട് എടുത്തു. അത് 8ന്റെ ഗുണന പട്ടികയിലുണ്ടോ? 2 8കൾ ചേർന്നാൽ 16 ആണ്. അത് 2ന്റെ ഗുണന പട്ടികയിലുണ്ടോ? 8 2കൾ ചേർന്നാൽ 16 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവരുടെ LCM എന്ന് പറയുന്നത് 16 ആണ്. നീ ചെയ്യല്ലേ? താഴത്തെ 2 16 ആകാൻ 8 കൊണ്ട് ഗുണിച്ചു. മുകളിലുള്ള 5നെയും 8 കൊണ്ട് ഗുണിക്കണം. 5 ഗുണം 8 അത് 40. ചിഹ്നം മാറിപ്പോകരുത്, ഇവിടെ മൈനസ് ആണ്. മൈനസ്. താഴെ ഇരിക്കുന്ന 8 16 ആകാൻ 2 കൊണ്ട് ഗുണിച്ചു. മുകളിലുള്ള 1നെയും 2 കൊണ്ട് ഗുണിക്കണം. ഇവിടെ 2. അടുത്ത ചിഹ്നം അതും മൈനസ് ആണ്. താഴെ ഇരിക്കുന്ന 16 ആകാൻ 1 കൊണ്ടേ ഗുണിച്ചിട്ടുള്ളൂ. അപ്പൊ മുകളിലുള്ള 1നെയും 1 കൊണ്ട് ഗുണിച്ചാൽ മതി. 1 ഗുണം 1 1 തന്നെ. ഇത് ചെയ്താൽ എന്ത് കിട്ടും? ഞാൻ പറഞ്ഞു കൂട്ടലും കുറയ്ക്കലും ഒക്കെ മിക്സ് ചെയ്ത് വരികയാണെങ്കിൽ പ്ലസ് എന്ന് പറഞ്ഞാൽ പോക്കറ്റിൽ കിടക്കുന്ന കാശായിട്ടും മൈനസ് എന്ന് പറഞ്ഞാൽ കൊടുത്തു തീർക്കേണ്ട കടമായിട്ടും ചിന്തിക്കണം. ഇവിടെ 40 എന്നതിൻ്റെ ചിഹ്നം ഇവിടെ എഴുതിയിട്ടില്ല. അതിനർത്ഥം അത് പോസിറ്റീവ് ആണെന്നല്ലേ? ഇപ്പൊ പ്ലസ് 40 എന്ന് പറഞ്ഞാൽ എന്താ? 40 രൂപ നമ്മുടെ കയ്യിലുണ്ട്. എടാ ഇവിടെ ഒരു -2 എന്ന് പറഞ്ഞാൽ 2 രൂപ കൊടുക്കണം. വീണ്ടും ഒരു -1 1 രൂപയും കൂടി കൊടുക്കണം. ഇപ്പൊ 2 രൂപ കടം, അവന് വീണ്ടും 1 രൂപ കടം. മൊത്തത്തിൽ 3 രൂപ അവന് കടം. എത്ര രൂപ പോക്കറ്റിലുണ്ട് അവൻ്റെ? 40 രൂപ പോക്കറ്റിലുണ്ട്. 40 രൂപ പോക്കറ്റിൽ 3 രൂപ കടം. 40 - 3/16. 40-ൽ നിന്ന് 3 പോയാൽ കിട്ടുന്നത് 37 ആണ്. അപ്പൊ 37/16 എന്ന് കിട്ടും. 37/16 ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. മക്കളങ്ങനെ 38ാമത്തെ ചോദ്യം. 38ാമത്തെ ചോദ്യം 22 1/6 കൂട്ടണം 7 1/6 കുറയ്ക്കണം 3 1/6. ചെയ്യാം. 22 1/6 അതിൻ്റെ കൂടെ 7 1/6 ചെയ്യണം. മൈനസ് അതിൽ നിന്ന് കുറയ്ക്കണം 3 1/6. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ മിശ്ര ഭിന്നത്തിനെ ഒരു സാധാരണ ഭിന്ന രൂപത്തിലേക്കൊക്കെ കൺവെർട്ട് ചെയ്ത് വിഷമ ഭിന്നമായിട്ട് കൺവെർട്ട് ചെയ്ത് നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷനോ LCM എടുത്ത് ചെയ്യലോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇവിടെ നോക്കിക്കേ, അതിനേക്കാൾ എളുപ്പമുള്ളൊരു പരിപാടി. ഇതിലെല്ലാം 1/6 ഇനി ഞാൻ പറയുന്ന കൺസെപ്റ്റ് വെച്ചൊന്ന് ആലോചിച്ചേ. 22 1/6 അതിൻ്റെ കൂടെ ഒരു 7 1/6 ചേരുന്നു. അപ്പൊ മൊത്തം എത്രയാണ്? 22 7 29 1/6 29 1/6 അതിൽ നിന്ന് ഒരു 3 1/6 കുറയ്ക്കണം. 29 1/6 നിന്ന് ഒരു 3 1/6 കുറച്ചാൽ ബാക്കി എത്ര വരും? 26 1/6 അല്ലേ? ഇനി ഇങ്ങനെ ആലോചിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ പൂർണ്ണസംഖ്യകളൊക്കെ ആദ്യം കൂട്ടാം, ചിഹ്നം മാറിപ്പോകാതെ. 22
+7 -3 ചെയ്യാം. 22ഉം 7ഉം 22 രൂപ പോക്കറ്റിൽ, വീണ്ടും ഒരു 7 രൂപ പോക്കറ്റിൽ, മൊത്തം നമ്മുടെ പോക്കറ്റിൽ 29 രൂപ. അതിൽ നിന്ന് ഒരു 3 കുറയ്ക്കണം, 3 രൂപ കടം. 29ൽ നിന്ന് 3 പോയാൽ ബാക്കി 26. അപ്പൊ പൂർണ്ണസംഖ്യകൾ ചെയ്തപ്പോൾ 26 കിട്ടി. ഇനി ആ ഭിന്ന സംഖ്യകളെയും കൂടി ചെയ്യാം. 1/6 + 1/6 - 1/6. ഇത് ചെയ്താൽ എന്ത് കിട്ടും? എടാ, ഇവിടെ ഒരു +1/6, ഇവിടെ ഒരു -1/6. 0 ആയി പോയില്ലേ? ബാക്കി ഇവിടെ ആരേ ഉള്ളൂ? ഒരു 1/6 മാത്രം. ഓക്കെ, അപ്പൊ ഇവരെ അങ്ങോട്ട് ചേർത്താൽ മതി. ഉത്തരായി. 26 + 1/6 എന്ന് പറയുന്നതാണ് 26 1/6. ഇങ്ങനെയും ചെയ്യാം. ക്ലിയർ അല്ലേ? അങ്ങനെ 39ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. 39ാമത്തെ ചോദ്യം 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആ 4 ഓപ്ഷനിൽ ഏതാണ് വലുത് എന്ന് കണ്ടുപിടിക്കണം. ഏതാണ് വലുത്? ഓരോ ഓപ്ഷനുമായിട്ട് നമുക്ക് ചെയ്യാം. ഓപ്ഷൻ എ, ഞാൻ ആദ്യം ഓപ്ഷൻസ് ഒന്ന് എഴുതിക്കോട്ടെ കേട്ടോ. ഓപ്ഷൻസ് ഒന്ന് സ്പീഡിൽ എഴുതാം. ഓക്കെ, 48ന്റെ 3/4. ഇത് മൈനസ് അല്ല കേട്ടോ. 48ന്റെ. ഓപ്ഷൻ ബി 60ന്റെ 4/5 ഭാഗം. ഓപ്ഷൻ സി 48ന്റെ 4/3 ഭാഗം. ഓപ്ഷൻ ഡി 60ന്റെ 5/4 ഭാഗം. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഓപ്ഷനായിട്ട് ചെയ്യാം. ഓപ്ഷൻ എ, 48ന്റെ എന്ന് കേട്ടാൽ അവിടെ എന്ത് ചേർക്കണം? ഞാൻ പറഞ്ഞിട്ടുണ്ട്. ന്റെ അല്ലെങ്കിൽ ഉടേ എന്ന് കണ്ടാൽ അവിടെ കണ്ണും പൂട്ടി നിങ്ങൾക്ക് ഇൻഡൂടാം. അപ്പൊ 48 ഗുണം 3/4. 48 ഗുണം 3/4 ചെയ്താൽ 48ൽ എത്ര നാലുകളുണ്ട്? 4ൽ ഒരു 4, 8ൽ 2 4, 12 എന്ന് കിട്ടും. 12 ഗുണം 3 ചെയ്താൽ 36 എന്ന് കിട്ടും. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഓപ്ഷൻ ബി നോക്കാം. ഓപ്ഷൻ ബി 60ന്റെ. അപ്പൊ നമ്മൾ ഗുണിക്കും. എന്തുകൊണ്ട്? 4/5 കൊണ്ട്. ഓക്കെ, 60ൽ എത്ര അഞ്ചുകൾ എന്ന് ചോദിച്ചാൽ 12 അഞ്ചുകളാണ് 60ലുള്ളത്. അപ്പൊ ഇത് 12 ഗുണം 4 എന്നായി. 12 ഗുണം 4 എന്ന് പറഞ്ഞാൽ അത് 48 ആണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി ഓപ്ഷൻ സിയിലേക്ക് പോകാം. ഓപ്ഷൻ സി എന്താ പറയുന്നത്? 48ന്റെ കണ്ടാൽ ഇൻറ്റുട്ടേക്കണം. 4/3 ഭാഗം. 4/3 ഭാഗം. 48ൽ എത്ര മൂന്നുകളുണ്ട്? 4ൽ ഒരു 3, ബാക്കി 1, 8ന്റെ ഒപ്പം ചേരുന്നു 18 ആകുന്നു. 18ൽ 6 മൂന്നുകൾ. ഇത് 16 ഗുണം 4 എന്ന് വരും. 16 ഗുണം 4 എന്ന് പറയുന്നത് 10 നാലുകൾ ചേർന്നാൽ 40, 6 നാലുകൾ ചേർന്നാൽ 24, 40ഉം 24ഉം ചേർന്നാൽ 64 കിട്ടി. എങ്കിൽ ഓപ്ഷൻ ഡി നോക്കുന്നു. 60ന്റെ 60 ഗുണിക്കണം 5/4 ഭാഗം. 5/4 ഭാഗം. 60നെയും 4നെയും ചെറുതാക്കാം. 60ൽ എത്ര നാലുകൾ എന്ന് ചോദിച്ചാൽ 15 നാലുകളാണ്. ഓക്കെ, അപ്പോൾ ബാക്കി 15 ഗുണം 5 എന്ന് വരും. 15 ഗുണം 5 അത് 75 ആണ്. 75 ആണ്. അപ്പൊ ഈ കൂട്ടത്തിൽ വലുതാരാ? 36 ആണോ? 48 ആണോ? 64 ആണോ? 75 ആണോ? കണ്ണും പൊട്ടി പറഞ്ഞൂടെ? വലുത് 75 ആണ്. 60ന്റെ 5/4 ഭാഗമാണ്. ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ? അടുത്ത ചോദ്യം 8/3ന്റെ 3/4 ഭാഗം. ഇനി നിങ്ങൾക്ക് ഇതൊക്കെ സിമ്പിളായി ചെയ്യാലോ. ഞാൻ ഇവിടെ തന്നെ എഴുതാം. 8/3 അതിൻ്റെ എന്ന് കേട്ടാൽ ഗുണിക്കണം. എന്ത്? 3/4 ഭാഗം. വെട്ടിക്കളയാനുള്ളതും വെട്ടിച്ചെറുതാക്കാനുള്ളതും ചെറുതാക്കിയാൽ ഉത്തരായി. 3ഉം 3ഉം ക്യാൻസലായി. 8ഉം 4ഉം ചെറുതാക്കാം. 8ൽ എത്ര നാലുകൾ? 8ൽ 2 നാലുകൾ. സോ നമ്മുടെ ഉത്തരം ബാക്കി 2 മാത്രം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. മക്കളെ, അങ്ങനെ 41ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്താ 41ാമത്തെ ചോദ്യം പറയുന്നത്? 3/2 കിലോഗ്രാമിൻ്റെ
10 മടങ്ങ് 10 മടങ്ങ് മടങ്ങ് എന്ന് കണ്ടാൽ അവിടെയും ഗുണിക്കണം. എത്ര കൊണ്ട്? എത്ര മടങ്ങ? 10 മടങ്ങ്. ഓക്കെ. അപ്പൊ 3/2 ഗുണം 10 ചെയ്താൽ നമ്മുടെ ഉത്തരമായി 10ഉം 2ഉം ചെറുതാക്കാം 5 കൊണ്ട്. 3 ഗുണം 5 എന്ന് പറഞ്ഞാൽ അത് 15 ആണ്. ഓപ്ഷൻ സി ആണ്. ഇത്ര സിമ്പിൾ അല്ലേ ചെയ്യാൻ? ഓക്കെ മക്കളെ, അടുത്ത ചോദ്യം 42ാമത്തെ ചോദ്യം. 3/8 ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ 8/3 കിട്ടി എങ്കിൽ ഏത് സംഖ്യ കൊണ്ടാണ് ഹരിച്ചത്? 3/8 ഏതോ ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ 8/3 കിട്ടി എങ്കിൽ ഏത് സംഖ്യ കൊണ്ടാണ് ഹരിച്ചതെന്ന് കണ്ടുപിടിക്കണം. എടാ, ഈ പാറ്റേൺ ചോദ്യങ്ങളാണ് വരുന്നതെങ്കിൽ ഏത് പാറ്റേൺ? a/b എന്ന സംഖ്യേനെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചു. അങ്ങനെ ഹരിച്ചപ്പോൾ കിട്ടിയത് b/a. പാറ്റേൺ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ എന്താ പറഞ്ഞത്? 3/8 ഏതോ ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ അത് നേരെ തലതിരിഞ്ഞു വന്നു, 8/3 അപ്പൊ ഈ ഹരിച്ച സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇവിടെ ഏത് സംഖ്യേനെയാണ് ഹരിച്ചത്? ഉത്തരമായി കിട്ടിയത് 8/3 ആണ്. ഏത് സംഖ്യേനെ ഹരിച്ചത്? 3/8 ഹരിച്ചത് അല്ലെ? ആ 3/8 സ്ക്വയർ എടുത്താൽ മതി. 3/8 സ്ക്വയർ എടുത്താൽ മതി. a/b ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് മുകളിലിരിക്കുന്ന അംശത്തിനും ബാധകമാണ്, താഴെ ഇരിക്കുന്ന ഛേദത്തിനും ബാധകമാണ്. അതായത് a²/b² ആണ്. എങ്കിൽ 3/8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് 3നും ബാധകമാണ്, താഴെ ഇരിക്കുന്ന 8നും ബാധകമാണ്. അപ്പൊ 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9, താഴെ ഇരിക്കുന്ന 8ന്റെ വർഗം 64. 9/64 ആണ് അതിൻ്റെ ഉത്തരം. അപ്പൊ ഈ ടൈപ്പ് ചോദ്യങ്ങൾ വന്നാൽ കണ്ണും പൂട്ടി അംശത്തിന്റെ സ്ക്വയർ എടുക്കുക, ഛേദത്തിന്റെ സ്ക്വയർ എടുക്കുക. ക്ലിയർ ആണ്? ഇനി ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നേ എന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കിക്കേ, 3/8 ഏതോ ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചു. അങ്ങനെ ഹരിച്ചപ്പോൾ എന്ത് കിട്ടി? 8/3 കിട്ടി. 8/3 കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സംഖ്യ കണ്ടുപിടിക്കണം. അപ്പൊ ബാക്കിയുള്ളവരെ നമ്മൾ അപ്പുറത്തേക്ക് തട്ടുന്നു. ഹരണം 3/8 അപ്പുറത്തേക്ക് പോയാൽ അതെന്താവും? x = 8/3. മക്കളെ, അതെന്തുകൊണ്ടാണ് വന്നതെന്ന് ഞാൻ പറയുന്നു, ശ്രദ്ധിച്ച് നോക്കുക. 3/8 ഏതോ ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടിയത് 8/3. കിട്ടിയത് 8/3. അപ്പം ഞാൻ ആദ്യം ഈ ഹരണം എക്സിനെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോട്ടോ. 3/8 ഇപ്പുറത്തെ സൈഡിലുണ്ട്, സമം 8/3 അവിടെയുണ്ട്. ഹരണം എക്സ് അപ്പുറത്തേക്ക് പോയപ്പോൾ എന്തായി? അത് ഗുണിക്കണം എക്സ് ആയി. ഇനി എന്ത് ചെയ്താൽ മതി? ഈ 8/3 ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടിരുന്നു. 8/3 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഇവിടെ ഓൾറെഡി 3/8 ഉണ്ട്. ഗുണനം 8/3 ആണ് വരുന്നത്. അപ്പോൾ അതെന്തായി? അത് ഹരണം 8/3 ആയി, ഹരിക്കണം 8/3 സമം എക്സ്. ഓക്കെ. ഇങ്ങനെ ചെയ്താൽ എന്ത് കിട്ടി? 2 ഭിന്നസംഖ്യകളെ കിട്ടി. 2 ഭിന്നസംഖ്യകളെ ഹരിക്കലാണ് എന്ന് മനസ്സിലായി. അപ്പൊ ഒന്നാമത്തെ ഭിന്നസംഖ്യനെ നമ്മൾ അതുപോലെ എഴുതും. എന്നിട്ടോ ഗുണിക്കും. ആരെ കൊണ്ട്? രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ വിൽക്രമം കൊണ്ട്. അപ്പൊ 8/3 വിൽക്രമം എന്ന് പറയുന്നത് 3/8 ആണ്. അതായിരിക്കും എക്സ്. ഇവിടെയോ 2 ഭിന്നസംഖ്യകളെയാണ് ഗുണിക്കുന്നത്. 2 ഭിന്നസംഖ്യകളെ ഗുണിക്കാൻ മുകളിലിരിക്കുന്നവരെ തമ്മിൽ ഗുണിക്കും, ഉത്തരത്തിന്റെ മുകളിൽ എഴുതും. താഴെ ഇരിക്കുന്നവരെ തമ്മിൽ ഗുണിക്കും, ഉത്തരത്തിന്റെ താഴെ എഴുതും. ഇതന്നെയല്ലേ നേരത്തെ ചെയ്തപ്പോഴും കിട്ടിയത്. ക്ലിയർ അല്ലേ? സെറ്റല്ലേ? ഓക്കെ. അപ്പൊ ഈ പാറ്റേൺ വന്നാൽ ഇത്രയൊന്നും വളഞ്ഞ് ചെയ്യേണ്ട കാര്യമില്ല. ഏത് പാറ്റേൺ? a/b എന്ന് പറയുന്ന ഒരു സംഖ്യനെ മറ്റൊരു സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ അത് നേരെ തലതിരിഞ്ഞു, b/a എന്ന രൂപത്തിലായി. എങ്കിൽ ആ ഹരിച്ച സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ അത് ആദ്യത്തെ സംഖ്യയുടെ a²/b² ആണ്. ക്ലിയർ? ഓക്കെ. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. നോക്കൂ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. 3/5 ഹരിക്കണം 9/10
എടാ 2 ഭിന്നസംഖ്യകളെ ഹരിക്കാൻ ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞേ ഉള്ളൂ. അതിലൊന്നാമത്തെ ഭിന്നസംഖ്യയെ അതുപോലെ എഴുതുക 3/5. ഹരിക്കുന്നതിന് പകരം ഗുണിക്കുക. എന്തുകൊണ്ട്? രണ്ടാമത്തെ ഭിന്നസംഖ്യയുടെ വിൽക്രമം കൊണ്ട്. 9/10 വിൽക്രമം എന്ന് പറയുന്നത് 10/9 ആണ്. ചെറുതാക്കാലോ. 3ഉം 9ഉം ചെറുതാക്കാം. 9ൽ 3 മൂന്നുകൾ. 5ഉം 10ഉം ചെറുതാക്കാം. 10ൽ 2 അഞ്ചുകൾ. ബാക്കി മുകളിൽ ഒരു 2ഉം താഴെ ഒരു 3ഉം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അങ്ങനെ 44ാമത്തെ ചോദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നു. 4 ഭിന്നസംഖ്യകൾ 2/13, 3/4, 5/6, 9/17. ഇതിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാലോ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. നമ്മൾ ക്രോസ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. ആദ്യത്തെ ഒരു സെറ്റ് എടുക്കുന്നു. 2/13ഉം 3/4. ഇവരിൽ ആരാണ് വലുതെന്ന് ക്രോസ് ചെയ്യാം. 2 × 4 8, 13 × 3 39. ഇതിൽ ആരാ വലുത്? ഇതിൽ വലുത് 3/9 ആണ്. അപ്പൊ 3/4 ആണ്. 3/4 ഞാൻ നിർത്തുന്നു. 2/13 അല്ല എന്ന് മനസ്സിലായി, വെട്ടിക്കളഞ്ഞു. ബാക്കി ആരുള്ളത്? 5/6 ഉണ്ട്. അയാളെ കമ്പയർ ചെയ്യാം. 3 × 6 18, 5 × 4 20. ഇതിൽ ആരാ വലുത്? 5/6 ആണ് വലുത്. അപ്പൊ 3/4 ചെറുതായി, അയാളെ നമ്മൾ കട്ട് ചെയ്തു. അപ്പൊ 5/6 നമ്മൾ കമ്പയർ ചെയ്യാൻ എടുത്തു. ആരെ വെച്ച് കമ്പയർ ചെയ്യണം? ഇനി ഒരാളേ ഉള്ളൂ, അത് 9/17 ആണ്. കമ്പയർ ചെയ്യാം. 5 × 17 50, 35, 85. ഓക്കെ. 9 × 6 54. ഇവിടെ വലുതെന്ന് പറയുന്നത് 85-ന് ആനുപാതികമായി നിൽക്കുന്ന 5/6 തന്നെയാണ്. അപ്പോ ഈ 4 ഭിന്നസംഖ്യകളിലും ഏറ്റവും വലുതായി നിൽക്കുന്ന ആള് അത് 5/6 ആണ്. ഓപ്ഷൻ സി ആണ്. മക്കളെ, അങ്ങനെ 45ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. -1/3, -2/9, -4/3. ഈ സംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതിയാൽ ഈ 4 ഓപ്ഷനുകളിൽ ഏതാണ് ശരി എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പം നമുക്ക് ചെയ്യാം. എടാ, നെഗറ്റീവ് സംഖ്യ കണ്ടാൽ പേടിക്കണ്ട. തൽക്കാലം നമ്മൾ ആ നെഗറ്റീവ് സംഖ്യേനെ ഒഴിവാക്കും. നെഗറ്റീവിനെ നമ്മൾ ഒഴിവാക്കും. അപ്പം -1/3, -2/9, -4/3 ആണ് ഭിന്നസംഖ്യകൾ. എല്ലാറ്റിലും മൈനസ് ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? തൽക്കാലം ആ മൈനസിനെ മാറ്റി നിർത്താം. എന്നിട്ട് കമ്പയർ ചെയ്യാം. 1/3ഉം 2/9 കമ്പയർ ചെയ്യാം. 1 × 9 9, 2 × 3 6. ഇതിൽ ആരാണ് ചെറുത്? ആരോഹണ ക്രമം ചോദിച്ചിരിക്കുന്നത്. ആരോഹണ ക്രമം ചെറുതിൽ നിന്ന് വലുതിലേക്കാണെന്ന് 100,000 പ്രാവശ്യം ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അതെങ്ങനെ ആലോചിക്കാം എന്നുള്ളതും പറഞ്ഞു കഴിഞ്ഞു. കാണാത്തവര് ഇതിന് മുൻപത്തെ വീഡിയോസ് എല്ലാം കാണണം. ഓക്കെ, അപ്പൊ ഇതിൽ ഏറ്റവും ചെറുത് 2/9 ആണ്. അപ്പൊ നമ്മൾ ആ 2/9 അടുത്ത 4/3 വെച്ച് കമ്പയർ ചെയ്യാൻ പോകുന്നു. 2 × 3 6, 9 × 4 36. ഇതിലും ചെറുതാരാ? 2/9 ആണ്. അപ്പൊ ഏറ്റവും ചെറുത് 2/9 ആയേനെ. ഓക്കെ, നെഗറ്റീവ് ഇല്ലാതെ ഞാൻ എഴുതാട്ടാ. ഇതിൽ ഏറ്റവും ചെറുത് 2/9 ആണ്. അത് കഴിഞ്ഞാൽ ആരാടാ ചെറുത്? 2/9 വെച്ചപ്പോൾ 2/9 വെച്ച് കമ്പയർ ചെയ്തപ്പോൾ ഇവിടെ 9 കിട്ടിയത്, ഇവിടെ 36 കിട്ടിയത്. ഇതിലേതാ ചെറുത്? 1/3 അല്ലേ ചെറുത്? ഓക്കെ, ഇനിയോ ഇതിലെ ഏറ്റവും വലുത് 4/3 ആണ്. അപ്പൊ ഇവരുടെ എല്ലാം ചിഹ്നം പോസിറ്റീവ് ആയിരുന്നെങ്കിൽ ആരോഹണ ക്രമം എന്ന് പറയുന്നത് ഇതാണ്. 2/9 നിന്ന് തുടങ്ങി 4/3 അവസാനിക്കും. ഇതിൻ്റെ മുന്നിലെല്ലാം നെഗറ്റീവ് വന്നാൽ നമ്മൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കും. അതായത് ഈ കൂട്ടത്തിൽ ഏറ്റവും വലുതെന്ന് നമ്മൾ തീരുമാനിച്ച 4/3 ആയിരിക്കും നെഗറ്റീവുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറുത്. -4/3 ആദ്യം വരും. ഇത് നേരെ റിവേഴ്സിൽ എഴുതിയാൽ മതി. ഓക്കെ, അടുത്തത് ആരെ എഴുതണം? 1/3, അതിന് മൈനസ് ഇടാൻ മറക്കരുത്, മൈനസ്. അടുത്തത് ആര് വരും?
2/9 അവസാനം 2/9. അതിൻ്റെ ചിഹ്നം മൈനസ്. ഇതാണ് ക്രമം. -4/3 1/3 ഇവിടെ യെസ് ഓപ്ഷൻ ബിയിൽ കിടക്കുന്നു. -4/3 -1/3 -2/9. ഇതാണ് ശരിയായ ഉത്തരം. വീണ്ടും നമ്മളോട് ചോദിച്ചിരിക്കുന്നു 3 ഭിന്നസംഖ്യകൾ തന്നിട്ട് അവയെ ആരോഹണ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആരോഹണ ക്രമം ചെറുതിൽ നിന്ന് വലുതിലേക്ക് നമുക്ക് എഴുതാം. 2/3 3/5 ആദ്യം കമ്പയർ ചെയ്യാം. 2 × 5 10, 3 × 3 9. ചെറുതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ കൂട്ടത്തിൽ ചെറുത് 3/5. നമ്മൾ അയാളെ പുറത്തേക്ക് എടുത്തു. എന്നിട്ടോ ഇനി ഒരാളെ കമ്പയർ ചെയ്യണം. 5/8 കൊണ്ട് ക്രോസ് ചെയ്താൽ 3 × 8 24, 5 × 5 25. അപ്പൊ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് നമുക്ക് മനസ്സിലായി, അത് 3/5 ആണ്. അപ്പൊ ഇനി ബാക്കിയുള്ളവരെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ബാക്കിയുള്ളത് ആരാ? 2/3 5/8 ആണ്. അവരെ ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ ആരാ ചെറുതെന്ന് കിട്ടും. നോക്കാം. 2 × 8 16, 3 × 5 15. ആരാ ചെറുത് ഇവിടെ? 5/8 ആണ്. ഇനി ആരേ ഉള്ളൂ? ഇനി ഒരു 2/3 ഉള്ളൂ. അതാണ് അവസാനം. അപ്പൊ 3/5 ചെറുതാണ് 5/8നേക്കാൾ. 5/8 ചെറുതാണ് 2/3നേക്കാൾ. ഇങ്ങനെ കിടക്കുന്ന ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ശരി ഉത്തരം ഓപ്ഷൻ ബി. 47ാമത്തെ ചോദ്യം ഇങ്ങനെയാണടാ. 47ാമത്തെ ചോദ്യം, 2/3 കൂടെ ഏതോ ഒരു സംഖ്യ കൂട്ടിയപ്പോൾ 5/6 കിട്ടിയെങ്കിൽ എക്സിന്റെ വില എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിച്ചാലോ? എക്സും കൊണ്ട് തോറ്റൂലേ? എടാ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയുണ്ടല്ലോ. ഒരു ഗെയിം കളിക്കുന്ന ത്രില്ലിൽ നമുക്കിത് ചെയ്യാൻ പറ്റണം. ഒരു രഹസ്യാന്വേഷണ സ്വഭാവത്തോടു കൂടി, ഒരു കുറ്റാന്വേഷണ സ്വഭാവത്തോടു കൂടി ഒളിഞ്ഞിരിക്കുന്ന ആളെ കണ്ടുപിടിക്കുന്ന ആ ഒരു ത്വരയോട് കൂടിയിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. ഒരു ഇൻവെസ്റ്റിഗേഷൻ മൈൻഡൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്യാം. അപ്പോൾ 2/3 ഏതോ ഒരു സംഖ്യ കൂട്ടി, അപ്പം 5/6 കിട്ടി. അപ്പം നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇയാളെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അയാൾ അവിടെ നിർത്തും, ബാക്കിയുള്ളവർ അപ്പുറത്തേക്ക് തട്ടും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 5/6 അപ്പുറത്തുണ്ട്. ഇവിടെ കൂട്ടണം 2/3 ആണ്. അതിനപ്പുറത്തേക്ക് തട്ടുമ്പോൾ എന്താകും? കുറയ്ക്കണം 2/3 ആകും. ഓക്കെ, 2 ഭിന്നസംഖ്യകളാണ് കുറയ്ക്കേണ്ടത്. ക്രോസ് ചെയ്താൽ മതി. 5 × 3 15, നടുവിലുള്ള ചിഹ്നം മൈനസ്. 6 × 2 12 ബൈ താഴെയുള്ളവരെ ഗുണിക്കുന്നു. 6 × 3 18 ചെയ്താൽ 15ൽ നിന്ന് 12 പോയാൽ ബാക്കി 3 ബൈ 18. 3/18 ചെറുതാക്കാം. 3-ലെ 18നെയും 3 കൊണ്ട് ചെറുതാക്കാം. 3-ൽ എത്ര 3കൾ? ഒരു 3. 18-ലോ? 18-ൽ 6 3കൾ. നമ്മുടെ ഉത്തരം 1/6 ആണ്. 1/6 ആണ് ശരി ഉത്തരം. മക്കളെ 48ാമത്തെ ചോദ്യം. 48ാമത്തെ ചോദ്യം ഒന്ന് മനസ്സിരുത്തി വായിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. 48ാമത്തെ ചോദ്യത്തിൽ എന്താ പറയുന്നത്? 36 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കിൽ കുറച്ച് വെള്ളം ഓൾറെഡി ഉണ്ട്. അതിലേക്ക് 20 ലിറ്റർ വെള്ളം ഞാൻ കോരി ഒഴിച്ചു. അങ്ങനെ ഒഴിച്ചപ്പോൾ ആ ടാങ്കിൻ്റെ 3/4 ഭാഗം നിറഞ്ഞു. 4-ൽ 3 ഭാഗവും നിറഞ്ഞു. എങ്കിൽ ആദ്യം ആ ടാങ്കിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അത് എത്ര ലിറ്റർ വെള്ളമാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇൻവെസ്റ്റിഗേഷൻ മൈൻഡോട് കൂടിയിട്ട് ഈ സാധനത്തിന് കണ്ടാൽ വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാം. ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിൽ എത്രയോ വെള്ളമുണ്ട്, നമുക്കറിയില്ല എത്രയോ വെള്ളമുണ്ട്. അതിലേക്കൊരു 20 ലിറ്ററും കൂടി ഒഴിച്ചു. ഇതിലേക്കൊരു 20 ലിറ്ററും കൂടി ഒഴിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ടാങ്കിൻ്റെ 4-ൽ 3 ഭാഗം, 1 2 3, 4-ൽ 3 ഭാഗങ്ങളും നിറഞ്ഞു. ഈ ടാങ്കിൻ്റെ മുഴുവൻ കപ്പാസിറ്റി എത്രയെന്ന് തന്നിട്ടുണ്ട്? അത് 36 ലിറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 36 ലിറ്റർ ആണ് ഇതിൻ്റെ മുഴുവൻ കപ്പാസിറ്റി. 36 ലിറ്റർ ആണ് ഈ ടാങ്കിൻ്റെ മുഴുവൻ കപ്പാസിറ്റി. എങ്കിൽ ഈ ടാങ്കിൻ്റെ 3/4 ഭാഗം എത്രയാണെന്നൊന്ന് പറഞ്ഞേ. എങ്ങനെ കണ്ടുപിടിക്കും? ഈ ടാങ്കിൻ്റെ 3/4 ഭാഗം
ടാങ്കിന്റെ മുഴുവൻ കപ്പാസിറ്റി 36 അതിൻ്റെ എന്ന് പറയുമ്പോൾ ഗുണിക്കണം 36ന്റെ 3/4 ഭാഗം. എത്രയാ? ചെറുതാക്കാലോ. 36നെയും 4നെയും ചെറുതാക്കാം. 36ൽ എത്ര നാലുകൾ? 36ൽ 9 നാലുകൾ. 9 × 3 ചെയ്താൽ നമുക്ക് കിട്ടും 9 × 3 27. അപ്പൊ എന്താ നമ്മൾ കണ്ടുപിടിച്ചേ? ഈ ടാങ്കിന്റെ 4ൽ 3 ഭാഗം എന്ന് പറയുന്നത് 27 ലിറ്റർ ആണ്. എങ്കിൽ നിങ്ങൾക്കപ്പോൾ ഉത്തരം കിട്ടിയില്ലേ? 4ൽ 3 ഭാഗം 27 ആണ്. ഈ 27 ലിറ്റർ ആയത് എപ്പോഴാ? ഈ 27 ലിറ്റർ ആയത് ആദ്യം ഉണ്ടായിരുന്ന വെള്ളത്തിലേക്ക് 20 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോഴാണ്, അല്ലേ? 20 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോഴാണ്. അപ്പൊ ആദ്യം എത്ര ലിറ്റർ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? ഈ 27ൽ നിന്ന് ഒഴിച്ച വെള്ളം കുറച്ചാൽ പോരെ. 27 ലിറ്ററിൽ നിന്ന് 20 ലിറ്റർ കുറച്ചാൽ നമുക്ക് കിട്ടും 7 ലിറ്റർ ആയിരുന്നു ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത്. ക്ലിയർ ആണേ? ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്നും കൂടി റിവൈൻഡ് ചെയ്ത് കേൾക്കണം, എന്നിട്ടേ അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ പാടുള്ളൂ. ഓക്കെ, ഇതൊക്കെ കൺസെപ്റ്റ് വെച്ച് ചെയ്യാവുന്ന ചോദ്യങ്ങളാണ്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. മക്കളെ, അങ്ങനെ 49ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. 49ാമത്തെ ചോദ്യത്തിൽ എന്താ പറയുന്നത്? ഒരു ടാങ്കിന്റെ 4ൽ 1 ഭാഗത്തിൽ 135 ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാൻ കഴിയും. 4ൽ 1 ഭാഗത്തിൽ 135 ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാൻ കഴിയും. ഈ ടാങ്കിൽ 180 ലിറ്റർ വെള്ളമുണ്ട് എങ്കിൽ ടാങ്കിന്റെ എത്ര ഭാഗമാണ് നിറഞ്ഞിരിക്കുന്നത്? ചെയ്യാം. ഒരു ടാങ്കിന്റെ 4ൽ 1 ഭാഗം എന്ന് പറയുന്നത് 135 ലിറ്റർ ആണ്. ഓക്കെ, ഇതിൽ ഈ ടാങ്കിൽ എത്ര ലിറ്റർ ഇപ്പം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്? ഈ ടാങ്കിൽ 180 ലിറ്റർ ഉണ്ട്. ഓക്കെ, അത് ഈ ടാങ്കിന്റെ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനാദ്യം എന്ത് ചെയ്യണം? ഈ ടാങ്കിന്റെ മുഴുവൻ കപ്പാസിറ്റി കണ്ടുപിടിക്കണം. എടാ, ഒരു ഭാഗം എന്ന് പറയുന്നത് 135 ലിറ്റർ ആണെങ്കിൽ ഇത് മുഴുവൻ എത്ര ലിറ്റർ ആണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഇതിന്റെ മുഴുവൻ കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ ഒരു ഭാഗം 135 ആണ്. അപ്പൊ 4 ഭാഗങ്ങൾ എത്ര? 135 × 4. 4 കൊണ്ടൊരു സംഖ്യനെ ഗുണിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ സംഖ്യയുടെ ഇരട്ടി എടുക്കുക, വീണ്ടും ഇരട്ടി എടുക്കുക. 135ന്റെ ഇരട്ടി എത്രയാണ്? 100ന്റെ ഇരട്ടി 200, 35ന്റെ ഇരട്ടി 70. അപ്പൊ 270 എന്ന് കിട്ടും. 270ന്റെ ഇരട്ടി 200ന്റെ ഇരട്ടി 400, 70ന്റെ ഇരട്ടി 140. 400ഉം 140ഉം ചേർന്നാൽ കിട്ടുന്ന 540 ലിറ്റർ ആണ് ഈ ടാങ്കിന്റെ മുഴുവൻ കപ്പാസിറ്റി. 540 ലിറ്റർ. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? 180 ലിറ്റർ എന്ന് പറയുന്നത് ഈ ടാങ്കിന്റെ എത്ര ഭാഗമാണ്? 540ൽ 180 ഉണ്ട്. ഇത് കണ്ടുപിടിച്ചാൽ പോരെ? 0 വെട്ടിക്കളയാം. 18നെയും 54നെയും നമുക്ക് 3 കൊണ്ട് ചെറുതാക്കാം. ഓക്കെ, അല്ലെങ്കിൽ 6 കൊണ്ട് ചെറുതാക്കാം. 6 കൊണ്ട് ചെറുതാക്കിയാൽ 18ൽ എത്ര ആറുകളുണ്ട്? 3 ആറുകളുണ്ട്. 54ലോ? 54ൽ 9 കൊണ്ട് ചെറുതാക്കുന്ന കാര്യം എളുപ്പമല്ലേ? 9 കൊണ്ട് ചെറുതാക്കിയാൽ മതിയായിരുന്നു എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട്. സാരില്ല, 6 കൊണ്ട് ചെറുതാക്കി പോയി. അപ്പോൾ 54ൽ എത്ര ആറുകളുണ്ട്? 9 ആറുകൾ ചേർന്നാലാണ് 54 ആവുക. അപ്പൊ 3/9 എന്ന് പറഞ്ഞാൽ എത്രയാ? നമുക്കിതിനെ വീണ്ടും ചെറുതാക്കാം. 3ൽ 1 3, 9ൽ 3 3. അങ്ങനെ 1/3 എന്ന് കിട്ടി. 1/3 എന്ന് കിട്ടി. അപ്പൊ 3ൽ 1 ഭാഗമാണ് 180 ലിറ്റർ. 1/3. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. മക്കളെ, അങ്ങനെ നമ്മൾ 50ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. 50ാമത്തെ ചോദ്യം ഇതുപോലെ തന്നെ ലോജിക്ക് വെച്ച് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. ഒരു ടാങ്കിൽ 5ൽ 3 ഭാഗം വെള്ളമുണ്ട്. 80 ലിറ്റർ വെള്ളം ആ ടാങ്കിലേക്ക് ഒഴിച്ചപ്പോൾ ആ ടാങ്ക് നിറഞ്ഞു എങ്കിൽ ആ ടാങ്കിൽ ആകെ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ചെയ്യല്ലേ നമുക്ക്? ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ടാങ്ക് ഉണ്ട്. അതിൻ്റെ 5ൽ 3 ഭാഗം 1 2
3, 4, 5. ആ ടാങ്കിനെ 5 തുല്യഭാഗങ്ങളാക്കിയതിൽ 3 ഭാഗത്ത് വെള്ളമുണ്ട്. ഇവിടെ വെള്ളമുണ്ട്. ഇനി എന്തുണ്ടായി? ബാക്കിയുള്ള സ്ഥലത്ത് ഇവിടേക്ക് എത്ര ലിറ്റർ വെള്ളം ഒഴിച്ചു എന്ന് പറഞ്ഞത്? ഇവിടേക്ക് 80 ലിറ്റർ വെള്ളം ഒഴിച്ചു. അപ്പോൾ ടാങ്ക് നിറഞ്ഞു. ഓക്കെ, ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ, ഈ 80 ലിറ്റർ എന്ന് പറയുന്നത് എന്താ? ഈ ടാങ്കിൻ്റെ എത്ര ഭാഗമാണ്? എത്ര ഭാഗം? ഈ ടാങ്കിൻ്റെ 5ൽ 2 ഭാഗമല്ലേ? 5ൽ 3 ഭാഗത്ത് വെള്ളമുണ്ട്. 5ൽ 3 ഭാഗത്ത് വെള്ളമുണ്ട്. അപ്പോൾ ബാക്കി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5ൽ 2 ഭാഗങ്ങൾ. ആ 5ൽ 2 ഭാഗങ്ങൾ എന്ന് പറയുന്നത് 80 ലിറ്ററാണ്. ഓക്കെ, അപ്പോൾ 2 ഭാഗങ്ങൾ, 2 പാർട്ട് എന്ന് പറയുന്നത് 80 ആണെങ്കിൽ ഒരു ഭാഗം എത്രയായിരിക്കും? ഒരു പാർട്ട് എത്രയായിരിക്കും? ഈ 80ൻ്റെ പകുതി ആയിരിക്കില്ലേ? 40 ലിറ്റർ ആയിരിക്കില്ലേ ഒരു ഭാഗത്ത്? ഒരു ഭാഗത്ത് 40 ലിറ്റർ ആയിരിക്കില്ലടാ. എങ്കിലല്ലേ 2 ഭാഗങ്ങൾ എന്ന് പറയുന്നത് 40 ചേർന്ന് 80 ആവുള്ളൂ. ലോജിക്ക് കിട്ടുന്നില്ലേ? എങ്കിൽ ഈ ടാങ്കിൻ്റെ മുഴുവൻ കപ്പാസിറ്റി ചോദിച്ചിരിക്കുന്നത്, മുഴുവൻ കപ്പാസിറ്റി. അപ്പോൾ ഒരു ഭാഗം എന്ന് പറയുന്നത് 40 ലിറ്റർ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇതിൽ എത്ര ഭാഗങ്ങളുണ്ട്? 1, 2, 3, 4, 5 ഭാഗങ്ങളുണ്ട്. എങ്കിൽ 5 ഭാഗങ്ങൾ എത്രയാണ്? 5 ഭാഗങ്ങൾ എത്രയാണ്? 5 ഗുണം 40 ചെയ്താൽ പോരെ? ഒരു ഭാഗം 40 ലിറ്റർ ആണെങ്കിൽ 5 ഭാഗങ്ങളിൽ എത്ര എന്ന് ചോദിച്ചാൽ 5 ഗുണം 40 ചെയ്താൽ പോരെ? 5 ഗുണം 4 20. ഈ ഒരു 0 കൂടി ഇട്ടാൽ നമുക്ക് കിട്ടി ഈ ടാങ്കിൻ്റെ ആകെ ശേഷി, അല്ലെങ്കിൽ ഈ ടാങ്കിൽ ആകെ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം 200 ലിറ്റർ ആണ്. 200 ലിറ്റർ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം. വീണ്ടും ലോജിക്ക് വെച്ച് ചെയ്യേണ്ട മറ്റൊരു ചോദ്യം. ഒരു പെട്ടിയുടെ 5ൽ 3 ഭാഗത്ത് ആപ്പിൾ ഉണ്ട്, ബാക്കി ഓറഞ്ചും ഉണ്ട്. ഓറഞ്ചിൻ്റെ എണ്ണം തന്നിരിക്കുന്നു, അവിടെ 40 ഓറഞ്ചുകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ ആ പെട്ടിയിൽ എത്ര ആപ്പിളുകളുണ്ട്? ആ പെട്ടിയിൽ എത്ര ആപ്പിളുകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഇതേ ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ പോരെ? ആ പെട്ടിയിൽ 5 ഭാഗങ്ങൾ, 1, 2, 3, 4, 5 തുല്യഭാഗമാണെന്ന് ഇപ്പോൾ തൽക്കാലം ചിന്തിക്കുക കേട്ടോ. 5 തുല്യഭാഗങ്ങളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 3 ഭാഗങ്ങളിൽ ആപ്പിളാണ്. ബാക്കി ഓറഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? 2 ഭാഗങ്ങൾ. 5ൽ 2, 2/5. 5ൽ 2 ഭാഗത്ത് എന്താണ്? ഓറഞ്ചാണ്. ഈ 2 ഭാഗത്ത് എത്ര ഓറഞ്ച് ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു? 40 ഓറഞ്ച് ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 40ൻ്റെ പകുതിയല്ലേ? 40ൻ്റെ പകുതി എത്രയാ? 20. അപ്പോൾ ഓരോ ഭാഗങ്ങളിലും 20 വെച്ചിട്ടുണ്ട് അല്ലേ? ആപ്പിളിലും ഇതുപോലെ തന്നെ 20 ഉണ്ടാവും. അപ്പോൾ ഒരു ഭാഗം 20 ആണെങ്കിൽ, ഒരു ഭാഗം എന്ന് പറയുന്നത് 20 ആണെങ്കിൽ ആപ്പിൾ എത്ര ഭാഗത്താണ് ഉള്ളത്? 3 ഭാഗങ്ങളിലാണ്. 3 ഭാഗങ്ങളിൽ എത്ര ആപ്പിളുകൾ? 3 ഗുണം 20 ചെയ്താൽ കിട്ടുന്നത് അത് 60. ഓക്കെ, ഇത് കൂട്ടിയാലും മതി. 20, 40, 40, 20, 60. നിങ്ങൾക്ക് ലോജിക്ക് വെച്ച് ഉത്തരം നേരത്തെ കിട്ടിയെന്ന് എനിക്കറിയാം, എങ്കിലും പറയേണ്ടത് എൻ്റെ കടമയായതുകൊണ്ട് ഞാൻ പറയുന്നു. ഓക്കെ, നമ്മുടെ ഉത്തരം 60 ആണ്. സെറ്റായി കഴിഞ്ഞു. ഇപ്പോൾ 2021 മുതൽ 2025 വരെയുള്ള നമ്പേഴ്സ്, സംഖ്യകൾ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞു. ഇപ്പോൾ ഫ്രാക്ഷൻസ്, ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ടോപ്പിക്കും ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ്. നമ്മളിനി ദശാംശ സംഖ്യകൾ, ഡെസിമൽ നമ്പേഴ്സിൻ്റെ ടോപ്പിക്കുമായിട്ട് വീണ്ടും വരും. അതുവരെ ഈ 2 ഭാഗങ്ങൾ നിങ്ങൾ തറവായി പഠിക്കണം. മക്കളെ, നിങ്ങൾ ഈ വീഡിയോസ് വിടാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഞാൻ ഉറപ്പ് തരുന്നു, നിങ്ങൾക്ക് കണക്കിൽ 0 മാർക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളൂവെങ്കിലും നിങ്ങൾക്ക് 8ന് മുകളിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഈ വീഡിയോസ് വിടാതെ നിങ്ങൾ തുറന്ന മനസ്സോടെ കാണണം. മനസ്സിലാകാത്ത കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഞാൻ ഉറപ്പായിട്ട് അതിന് റിപ്ലൈ തരും. മറ്റൊരു കാര്യം, നിങ്ങൾ ഈ വീഡിയോസൊക്കെ കണ്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. PSC പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു. നമുക്ക് വീണ്ടും കാണാം. ബൈ.